ഈ നോമ്പുകാലത്ത് ഉള്ളം കുളിർപ്പിക്കാൻ രുചിയിലും നിറത്തിലും വൈവിധ്യം നിറച്ച് അലി അക്ബറിന്റെ തണ്ണിമത്തനുകൾ 23 ഇനം തണ്ണിമത്തനും 11 ഇനം ഷമാമുകളുമാണ് ഇത്തവണ അലി അക്ബറിന്റെ കൃഷിയിടത്തിലെ കൗതുകം. 3.5 ഏക്കറിൽ വിളഞ്ഞു നിൽക്കുന്ന തണ്ണിമത്തനും ഷമാമും കാണുന്നതിനും വാങ്ങുന്നതിനും നിരവധി ആളുകളാണ് കൊളമംഗലത്തെത്തുന്നത്. വൈവിധ്യങ്ങളുടെ കലവറയാണ് കൊളമംഗലത്തെ പാലാറ അലി അക്ബർ എന്ന യുവ കർഷകന്റെ 3.5 ഏക്കർ പാടശേഖരം. ഒന്നല്ല രണ്ടല്ല, പല നിറങ്ങളിലും രുചികളിലുമുള്ള 23 ഇനം തണ്ണിമത്തനുകളും 11 ഇനം ഷമാമുകളുമാണ് അലി അക്ബറിന്റെ കൃഷിയിടത്തിൽ വിളഞ്ഞിരിക്കുന്നത്. അതും തണ്ണിമത്തൻ വിപണിയിലെ രാജാക്കന്മാരായ ഇനങ്ങൾ. റെഡ് സ്വീറ്റി, തായ് യെല്ലോ, ഹക്കീം, ക്രിംസൺ കിങ്, പുഷ്കരാജ് യെല്ലോ, ഗോൾഡൻ സ്വീറ്റി, യെല്ലോ മഞ്ച്, ഓറഞ്ച് മഞ്ച് തുടങ്ങിയവയാണ് തണ്ണിമത്തനുകളിലെ താരങ്ങൾ. ഒപ്പം കജാരി ഷമാം, ഗോൾഡ് ഷമാം, മഷാദി ഷമാം, ജിയോ യെല്ലോ, സുപ്രീം, ബ്ലാക്ക് ബാദുഷ, ബ്ലാക്ക് കിങ്, ക്രിംസൺ സ്വീറ്റ് തായ്, ക്രിംസൺ സ്വീറ്റ്, മുക്കാസ, മല്ലിക, ജന്ന തുടങ്ങി 11 ഇനം ഷമാമുകളും രുചി വൈവിധ്യം നിറച്ച് വിളഞ്ഞിരിക്കുന്നു. വെറൈറ്റികൾ നമ്മൾ 23 ടൈപ്പ് വെറൈറ്റികളാണ് പ്രാവശ്യം കൃഷി ചെയ്തിട്ടുണ്ട്. തായ്ലാൻഡിൻ്റെ 3 ടൈപ്പ് തായ്ലാൻഡ് വന്നിട്ടുണ്ട്. തായ്ലാൻഡ് റെഡ് സ്വീറ്റി, തായ്ലാൻഡ് യെല്ലോ, അതുപോലെ തന്നെ ക്രിംസ്റ്റോൺ സീറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള പുതിയൊരു വെറൈറ്റി അതാവുന്നതേ ഉള്ളൂ. ബാക്കിയുള്ള വെറൈറ്റികളൊക്കെ ഇപ്പോൾ 21 വെറൈറ്റികൾ നമ്മൾ വിളവെടുത്തുകൊണ്ടിരിക്കുകയാണ്. ബാക്കിയുള്ള ഒരു 4 വെറൈറ്റികൾ നമുക്ക് ഒരു നോമ്പ് 20 ആകുമ്പോഴത്തേന് പ്രതീക്ഷിക്കുന്ന വിളവെടുക്കണേ. അതുപോലെ തന്നെ ഷമാമിൽ 11 തരം ഷമാമ് നമ്മൾ ഇപ്രാവശ്യം ചെയ്തിട്ടുണ്ട്. ഏകദേശം 2 ഷമാമ് 2 ദിവസം കൊണ്ട് തന്നെ ഏകദേശം കാലിയായിട്ടുണ്ട്. ബാക്കിയുള്ള ഒരു ടൈപ്പ് ഇനിയുണ്ട്, ബാക്കിയുള്ള 8 ടൈപ്പ് ആവാനുണ്ട്. കാരണം നമ്മൾ നല്ലത് കൊടുക്കുമ്പോൾ എങ്ങനെയാണ് സപ്പോർട്ട് തീർച്ചയായിട്ടും നമുക്ക് കിട്ടും എന്നുള്ളത് യാതൊരുവിധ മറ്റതുമില്ല. ക്ലിയറായിട്ട് നല്ല മധുരമുണ്ട്. അതുപോലെ തന്നെ വിഷാംശമായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റും. യാതൊരുവിധ വിഷങ്ങൾ നമ്മൾ കൊടുത്തിട്ടല്ല നമ്മളിത് കൃഷി ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ വളങ്ങളായാലും നമ്മളെ ശരീരത്തിപരമായിട്ട് കേടുകൾ വരാത്ത വളങ്ങളാണ് നമ്മളിതിൽ കൊടുക്കുന്നത്. പിന്നെ ഇപ്പോൾ പ്രാണികളൊക്കെ വരാൻ നമ്മൾ ഈച്ചക്കണി അതുപോലെ തന്നെ മറ്റുള്ള സംഗതികളാണ് കൂടുതലായിട്ട് വെച്ചിട്ടുള്ളത്. അത് എന്താണെന്ന് വെച്ചാൽ നമ്മളിതിൽ മരുന്നടിക്കണതിന് ബദലായിട്ടാണ് നമ്മളത് കൊടുത്തിട്ടുള്ളത്. പതിവ് രീതികളിൽ നിന്ന് വ്യത്യസ്തമാണ് ഇക്കുറി അലി അക്ബറിന്റെ പാടശേഖരത്തിലെ വിളവ്. പൂർണ്ണമായും ജൈവ രീതിയിലായിരുന്നു കൃഷി. നാട്ടുകാർക്ക് വിഷരഹിത പഴങ്ങൾ ഭക്ഷിക്കാനായി നൽകുക എന്നതാണ് അലി അക്ബറിന്റെ രീതി. കൊളമംഗലത്തെ 3.5 ഏക്കർ പാടശേഖരത്തിൽ വിളഞ്ഞു നിൽക്കുന്ന തണ്ണിമത്തനും ഷമാമും കാണുന്നതിനും വാങ്ങുന്നതിനുമായി നിരവധി ആളുകളാണ് എത്തുന്നത്. വിളവെടുപ്പുത്സവം ആബിദ് ഹുസൈൻ തങ്ങൾ MLA നിർവഹിച്ചു. ഈ നോമ്പുകാലത്ത് വളാഞ്ചേരിക്കാരുടെ തീന്മേശ കീഴടക്കുന്നത് അലി അക്ബറിന്റെ തണ്ണിമത്തനും ഷമാമും ആയിരിക്കുമെന്ന് ഉറപ്പാണ്. ഈ ചാനൽ ന്യൂസ് വളാഞ്ചേരി.